നീതു. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി നിന്റെ വീടിന്റെ ഹോം ടൂർ. ഓക്കെ കം. ഇതാ നമ്മൾ കയറി വരുമ്പോഴേക്കാം. ഈ സൈഡ് നമുക്ക് ലിവിംഗ് റൂമും കിച്ചണും, ആ സൈഡാണ് ബെഡ്റൂം ഉള്ളത്. ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ലിവിംഗ് റൂം അല്ലെങ്കിൽ സെൻട്രൽ ഹാള്. എല്ലാം ഉള്ള ഏരിയ. ഡൈനിങ് ടേബിൾ ഉണ്ട്, ഇവിടെ തന്നെ സോഫ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്. ഇതല്ല വിൻഡോ തുറന്ന മാരക വ്യൂ അല്ലേ? സിറ്റി ഹാളിൻ്റെ ആ ബിൽഡിങ്, അതിൻ്റെ തൊട്ട് വലതുവശത്ത് കാണുന്ന പാർക്ക്, താഴെ തന്നെയാണ് മെയിൻ റോഡ്. ഈ ഓണർ ഇവിടെയായിരുന്നു നിന്നത്. അവർ നിന്ന വീടായത്. അപ്പോൾ അവർ പറയുന്നുണ്ടായി ഈ ബിൽഡിങ് വന്നിട്ട് കുറച്ച് നാളേ ഉള്ളൂ, ഇതിനു മുന്നേ ആ പാർക്കിംഗ് ഓൾ എക്സ്റ്റെൻഡ് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ജനൽ തുറക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ബിൽഡിങ് വന്ന് ബ്ലോക്ക് ആക്കിയതായിരുന്നു. പിന്നെ ഇത് ഫർണിഷ്ഡ് ആയിരുന്നു നമുക്ക് കിട്ടുമ്പോൾ തന്നെ. ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. കുറേ പെയിന്റിങ്സ് എല്ലാം ഉണ്ട്. പെയിന്റിങ്ങിനെ പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ? ഇവര് വരച്ചതാണ്. ഓണർക്ക് ഇപ്പോൾ 80 വയസ്സുണ്ട്. അവർ 52 വർഷം മുന്നേ വരച്ച പെയിന്റിങ് ആയത്. ലൈറ്റിംഗ് ഫർണിച്ചറെല്ലാം ഭയങ്കര പഴയതാ. അതുകൊണ്ട് നമ്മളധികം തൊടാനും പിടിക്കാൻ നിൽക്കില്ല. ഇത് പക്ഷെ നമ്മളെ ഇന്ത്യൻ ടൈപ്പ് ഫർണിച്ചർ അല്ലേ? പണ്ടത്തെ ഇവര് പറഞ്ഞില്ലേ ഇവരെ പാരന്റ്സ് യൂസ് ചെയ്ത ആ ഓണറിന്റെ, ആ 80 വയസ്സുള്ള ഓണറുടെ പാരന്റ്സ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി എന്നാ ഇവിടെ ഈ സൈഡാണ് കിച്ചൺ ഉള്ളത്. കിച്ചൺ ഭയങ്കര പാത്രം കുറെ കഴുകാൻ കാണിക്കണ്ടേ? കിച്ചൺ അധികം സൂം ചെയ്യണ്ട. കിച്ചൺ അല്ല, ഞാൻ ഓണാക്കിയിട്ടുണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടല്ലേ കിച്ചണില്. ഈ സൈഡാണ് ബെഡ്റൂം. ഇവിടെയാണ് ബാത്റൂം ടോയ്ലറ്റ്. അത് ലാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇതെന്റെ ബെഡ്റൂം. നമ്മളെ കല്യാണത്തിന്റെ ഇത് എല്ലാ ഫോട്ടോ ഇല്ലേ കല്യാണത്തിൻ്റെത്? പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്. ഇതെന്റെ സ്നോമാൻ. പിന്നെ ഇവിടെ ഒരു അടിപൊളി വിൻഡോ. ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ. ആ പള്ളി അന്നത് പള്ളി. പക്ഷെ ഇത് വൈകുന്നേരം നല്ല രസമാണ്. ഇത് എന്താ പടിഞ്ഞാറാ ഇപ്പൊ സൺസെറ്റിന്റെ. പിന്നെ എനിക്കൊരു പനയുണ്ട്. പനക്കത്രി അത് പറയാൻ പറ്റില്ല. അതൊന്നും കാണിക്കാനില്ലല്ലോ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു റൂം കൂടി ഉണ്ട്. ആക്ച്വലി എനിക്കൊരു ഫ്ലാറ്റ് മേറ്റ് ഉണ്ട്. രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുന്ന ഈ അപ്പാർട്ട്മെന്റ്. പക്ഷെ ആള് വെക്കേഷൻ ഇല്ല, അതുകൊണ്ട് ഇടയില്ല. കറക്റ്റ് സമയത്ത് ശ്യാം വന്നത്. ഇത് ബാത്റൂമില് പിന്നെ ഇവിടെ എല്ലാവരും മിക്കവാറും ടബായിരിക്കും. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ആകെ ഇതെങ്ങനെ എല്ലാ ദിവസവും ടബിൽ കിടന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് ഭയങ്കര നോർമലാണ്. ടബിൽ നിന്നിട്ടും കുളിക്കാം. നമുക്ക് കിടന്നിട്ട് കുളിക്കണം. ഷവറിങ് ഏരിയ ഇല്ല അല്ലേ? ഇവിടെ കോട്ട് ഹാങ്ങർ. ഇവിടെ പിന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, സാധനങ്ങളെല്ലാം വെക്കാനുള്ള. ജസ്റ്റ് നമ്മുടെ കാലിപ്പെട്ടികൾ സാധനങ്ങളെല്ലാം കയറ്റി വെക്കും. പിന്നെ ഒരു ടോയ്ലറ്റ്. ഇത് ഇവിടെ എല്ലാ അപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്നത്. ഇത് താഴേന്ന് ഇപ്പൊ ആരെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ അവരാ നമ്മളെ നമ്പറിന്റെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ക്യാമറയിലൂടെ കാണാൻ പറ്റും ആരാണ്. അപ്പൊ ഞാൻ ഈ കോൾ എടുത്തിട്ട് അവരോട് എനിക്ക് സംസാരിക്കാം. പിന്നെ ഈ ലോക്ക് അടിച്ചാല് താഴത്തെ ഡോർ ഉണ്ടാക്കും. ഇത് മിക്കവാറും യൂറോപ്യൻ എല്ലാ വീട്ടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങൾ. തുറന്നു കഴിഞ്ഞാല് ഇത് ലിഫ്റ്റാണ്. ഈ കാണുന്ന ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റില് നമ്മൾ ഇന്നലെ കുടുങ്ങിയതല്ലേ? ലിഫ്റ്റില് പകുതിക്ക് നിൽക്കുന്നത് അല്ലെ? 2 ഫ്ലോറിന്റെ പകുതിക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബൈ.